ഷാപ്പിലെ ബീഫ് കറി. ഈ ഫോട്ടോ എടുക്കുന്നത് കഞ്ഞിവെള്ളം കഞ്ഞി കളറുള്ളത് സെറ്റ് ചെയ്യണം. ഐഡിയ പറഞ്ഞ ആളെ മനസ്സിലാക്കും. അച്ഛൻ്റെ ഐഡിയ, അച്ചുമോന്റെ ഐഡിയ. അച്ചുമാമൻ, ഇതാണ് ഞങ്ങളുടെ അച്ചുമാമൻ. ഞാൻ മറ്റേ പറയാം, ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ബീഫ് കറി വെക്കാൻ പോവാണ്. സാധാരണ എല്ലാ ദിവസവും വെക്കാറുണ്ട്, ലൊക്കേഷൻ ഒന്നും മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അല്ലേ? അതെ. നമ്മള് ഇന്ന് വീഡിയോ വന്നേക്ക കണ്ട നിക്കണ അച്ചുമാമന്റെ വീട്ടിൽ വന്നേക്ക. നമ്മുടെ ബീഫ് കറി വിശേഷങ്ങളും ഞായറാഴ്ച. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേങ്ങ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒരു തേങ്ങ ഇങ്ങനെ എടുത്തില്ല. നമ്മള് ശരിക്കും നമ്മള് 90s അല്ലടാ, നമ്മൾക്ക് വേറെ പേരാ. അതെ, നമ്മുടെ പേര് വേറെ. ഞാൻ ചെറുപ്പത്തിലായിരിക്കും. ലേഡീസിന് ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. നിങ്ങളെ വല്യമ്മക്കൊന്നും ക്യാൻസർ ഇല്ലല്ലോ. കായ മഞ്ഞപ്പൊടി ഇട്ടു ഇളക്കി. ഇത് അച്ചുമാമന്റെ ഐഡിയ ആണ്. ഇത് എന്തെങ്കിലും കാണിക്കണ്ടേ? അച്ചുമാമന്റെ കല്യാണം. അച്ചുമാമ ആകുമ്പോ മാംഗോ ഫ്രിഡ്ജിൽ വെച്ച മാങ്ങയുടെ പല്ല് വേദനിക്കുന്നു. രണ്ട് തക്കാളി തക്കാളി പട്ടിയാണെങ്കിൽ മാറിക്കടന്ന് മാറിക്കും. പിന്നെ മാറിക്കും. അതിപ്പോ ഇഷ്ടല്ല. കുഞ്ഞാനെ പൂച്ചേനെ ഇഷ്ടമാണ്. ഇതൊക്കെ ചക്ക പോലെ വെട്ടിട്ടിരിക്കുന്നു. ഞാനാണ് ഇവിടുത്തെ കുക്ക് ഓൺ ബോർഡ്. വേർപ്പുണ്ടോ? വേർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കാന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കോ? കോമഡി. എങ്ങനെയുണ്ട് എന്റെ കോമഡി? സൂപ്പറല്ലേ? കൊണ്ട് നിക്ക്. പിന്നെ എത്രയും വലിയ ബീഫ് ആയതിനകത്ത് കിടന്ന് വേവണം. പിന്നെ തേങ്ങ കൊത്ത്. എടാ അപ്പൊ കായനക്കളും തേങ്ങ കൊത്തിന് നനഞ്ഞ പേപ്പറത്. കഷ്ടകാല സമയത്ത് അത് പറ. കഷ്ടകാലിക്ക സമയം കോൺ പാമ്പക്ക് ജൈസേ
जाता है आता है കോണൊക്കെ പാമ്പൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ അതൊന്നും ആയിട്ടില്ല. എല്ലാം കൂടെ ഒരുമിച്ചാണ് വേവിച്ചാ പറയുന്നില്ലേ? തീയൊന്ന് വാടിയാ മതി അല്ലേ? തീക്ക് പവറില്ലേന്, ഒട്ടും പവറില്ല. കണ്ട അത് കാണുമ്പോ അറിയാ. എടാ ഇത് മല്ലിപ്പൊടിയാണോ? ദിസ് മല്ലിപ്പൊടി ഹാസ് സം മണം വ്യത്യാസം. ഒരു പൂപ്പല് പിടിച്ച പോലെ മല്ലിപ്പൊടിയല്ലേ? ഊതിർ തന്നെ മല്ലിപ്പൊടിയാണത്. ഇങ്ങനെ കളർ ഇങ്ങനെ മല്ലിപ്പൊടിയുടെ മുളക് പൊടി പൊടിച്ചതിൽ പൊടിച്ചിട്ടോ. ഇപ്പൊ തീ ഒന്നില്ലേ? ഒഴിക്കണോ? തേങ്ങാപ്പാലത് പശുപാലടത് ഒഴിക്കാന്നോ? ഒഴിക്കാൻ പറ്റില്ല അറിയില്ലേ? അതൊക്കെ ഒഴിക്കാൻ എനിക്കറിയാം. ഇപ്പൊ എന്തായാലും ഒഴിക്കണ്ട നീ തൽക്കാലം. ചാറ് കൂടുവോ? നിനക്ക് പിന്നെ ചാറ് ചൂടോ? എന്തിനാ ചാറ്? പൊറോട്ട തീ കത്തിയപ്പോ തീയുടെ ആറാട്ട അല്ലെങ്കിൽ തീ ഇല്ല. പുക പുകയിന്റെ കാഴ്ചയെ വിറയ്ക്കുന്നു. പുക വലുതല്ലതല്ല. പുക ആളട്ടെ. പുക ആളുമ്പോ കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് വരും. പുക ടേസ്റ്റ് വരും. നല്ല എരിവുള്ള മുളക് പൊടിയാണോ? 1 2 മതി മതി 2 മതിയാ? മതി 2 വരെ. 2 വരെ ഇട്ടുണ്ട്. ബീഫും കായല്ലേ? ഇപ്പഴാ അടി കത്തിക്കേ. എടാ നീ കുറച്ചേരം മിണ്ടാണ്ടിക്കാമോ? പറഞ്ഞ പോലെ കറക്റ്റ് തീ കത്തല്ലാത്ത സമയത്ത് തീ കത്തി. അതെ ആ ബീഫ് തുറന്നേടാ കുക്കറ്. തക്കാളി എടുക്ക്. തക്കാളി ഇട്. തക്കാളി ഇട്. ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോ എന്നിട്ട് ബീഫിന്റെ കുറച്ച് ചാറ് വെക്കും. ഇങ്ങനെ ഇവിടുന്നല്ലേ വെറുതെ അല്ലേ? ആവി പോയിട്ടൊരു പൂടോ ഒരു മുന്നില്ല. ആവിയൊക്കെ അതിന് ഇത് സൂം. You have masala? മസാല ഓൾറെഡി ഇതേയില്ല. മൂത്തട്ടില്ല കളറുണ്ടോ? ബ്രൈറ്റ് ആയിട്ട് നല്ല തിളക്കണം. ഇത് ഏത് കാലത്ത് തിളക്കാനാണോ എന്തോ? എടാ ചാവല്ല, ആ മുളക് കൂടി ഒന്ന് മൂക്കട്ടെ. പറ്റില്ല അല്ലടാ. മൊബൈൽ ഫോൺ വരട്ടിയത് ഒന്ന്. മറ്റു മസാല കിട്ടിട്ടെന്ന് കയ്പ് അടി പിടിച്ച കുറച്ചൊന്നുണ്ട്. ഇത് കുറവാണൊക്കെ. ഇല്ലേ ചെറുപ്പില്ലേ? ഇതിന് വല്ല പേരൊക്കെ ഇടുമ്പോഴേ വേറെ ഊള പേരൊക്കെ ഇടാ. മെക്സിക്കൻ ബീഫ്. മെക്സിക്കൻ ബീഫ് വിത്ത് കോക്കനട്ട് കഷ്ണം. കോക്കനട്ട് കഷ്ണം വിത്ത് അച്ചുമാമൻ തൈര്. അച്ചുമാമൻ തൈര്. പശുമ്പാലത്
നല്ല രസല്ലേ മഴയത്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ല രസം അതിരപ്പള്ളിയില്. തുപ്പി ചവച്ചിടും അതുപോലെ ഇടാം. പക്ഷെ അത് വെറുതെ പറയണല്ലേ അങ്ങനെ ഹലാൽ എന്ന് പറയുമ്പോ. അല്ല ബീഫും പന്നി സെയിം റേറ്റ് അല്ലേ ഇപ്പൊ? ഞാൻ തുറന്നു നോക്കിട്ട് അവനെ അടച്ചു വെച്ചു. മന്തിയൊന്നും പറഞ്ഞ് കളിക്കാം. ഇതിവര് പലരും മാറി ഇതിവര് പലരും മാറി മാറി ഇളക്കിയെങ്കിലും ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് എന്റെയാണ്. ഞാനാണത് സവാള മുതൽ ഞാനാണ് കറക്റ്റ് അളവിനെല്ലാം മുറിച്ച് കൊടുത്തതും എല്ലാം റെഡിയാക്കിയതും. അപ്പൊ എങ്ങനെയുണ്ട് ബീഫ് കറി? അഭിപ്രായം പറ. ഉണ്ടാക്കി പറയണെന്ന് പറയും. നീ പറ കഴിക്കണേ. അച്ചു ആത്മാർത്ഥമായ അഭിപ്രായം പറയൂട്ടാ. അച്ഛന്റെ പാത്രത്തിലേക്ക് വെക്കും. ഷുട്ടപ്പ എങ്ങനെയുണ്ട് ബീഫ് കറി? ഷുട്ടപ്പ എങ്ങനെയുണ്ട് ബീഫ് കറി? അപ്പൊ മാമ അച്ചു മാമ വാഴലയില് ബ്രെഡ് കഴിക്കുന്ന ആള് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് കഴിച്ച അഭിപ്രായം പറയണം. വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ. അതെന്ത് നല്ലതിനൊരു സുഖമില്ലാത്ത. മറ്റേ സിനിമയില് പറയില്ലേ പൈങ്കിളിയിൽ മറ്റവൻ അഭിപ്രായം പറയില്ലേ? നല്ലതാ മാമി. ഫ്രണ്ടില് ഭയങ്കര എക്സ്പോഷർ കൂടുതലാണ്. വണ്ണം കുറഞ്ഞോന്ന് വിചാരിച്ച ഞാൻ ഇതിൽ കണ്ടപ്പോൾ തടിച്ചിരിക്കുന്നു. അഭിമാന നിമിഷം. ഇപ്പൊ ഞങ്ങളെല്ലാരും റെഡിയായി അതിരപ്പള്ളി പോവാണ്. ഇപ്പൊ സമയത്താണ് 3 മണി തോന്നുന്നുണ്ടല്ലേ? 3 മണിയൊന്നും 2:30 ഞങ്ങൾ ഒരാൾ ചതിച്ചു. പകരം ഞങ്ങൾ വേറൊരാളെ വിളിച്ചിട്ടുണ്ട് അവിടെ പോയി പിക്ക് ചെയ്യണം. ഞാനും എന്റെ മോനും ടൂർ പോവാണ് ഗൈസ്. ഞങ്ങള് പോവാണ് ഗൈസ്. എന്റെ മോനും ഞാനും കൂടി പോവാണ് ഗൈസ്. ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. ശുണ്ടരി മോനാണ് എന്റെ ശുണ്ടരി മോൻ. ഹായ് 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 പറഞ്ഞേ. ഹായ്. ഒന്ന് പോസ് ചെയ്തേ. എന്റെ മോൻ ഹായ് പറഞ്ഞിട്ടില്ലേ?